ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സെനാർ ഡയോഡാണ് അല്ലേ. അത് ഓൾമോസ്റ്റ് തീർന്നു, ചെറിയൊരു ടോപ്പിക്ക് ബാക്കിയുണ്ട്. സെനാർ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ടണൽ ഡയോഡിലേക്ക് പോവാം. അപ്പോൾ സെനാർ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്കറിയാം. മെയിൻ അപ്ലിക്കേഷൻ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു അല്ലേ. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാ കേസുകളും പഠിച്ചു. സിമിലർലി സെനാർ ഡയോഡ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ മീറ്റർ പ്രൊട്ടക്ഷൻ ആസ് എ മീറ്റർ പ്രൊട്ടക്ഷൻ. സിമിലർലി ആസ് എ പീക്ക് ക്ലിപ്പർ. അതുപോലെ നമ്മൾ സ്വിച്ചിങ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റെഫറൻസ് എലമെൻ്റ് ആയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ജനർ ഡയോഡ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. അതിൻ്റെ വൺ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോവാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ക്ലിപ്പറായിട്ട് ആക്ട് ചെയ്യും. ക്ലിപ്പറായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു സൈൻ വേവ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇഫ് യുവർ സർക്യൂട്ട് ഈസ് ലൈക്ക് ദിസ്, നമ്മളെ ഡയോഡ് ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയല്ല, സോറി, ഇത് നേരെ തിരിഞ്ഞിട്ട് വരക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വരക്കുവാണെങ്കിൽ ഇഫ് യു ആർ ഹാവിങ് എ ഫിഗർ ലൈക്ക് ദിസ്, ദെൻ ഇത് ആറും ഇത് നമ്മുടെ D1 നമ്മുടെ D2 ആണെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് എ ലോഡ് റെസിസ്റ്റർ അക്രോസ് ദിസ്, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ക്ലിപ്പർ ആയിട്ടല്ല യൂസ് ചെയ്യുക. പീക്ക് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പീക്ക് ക്ലിപ്പഡ് ആവും അല്ലേ. അപ്പോൾ യുവർ വോൾട്ടേജ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പീക്ക് ക്ലിപ്പർ അങ്ങനത്തെ കാര്യങ്ങളിൽ പഠിക്കുന്നത്. ഓക്കെ, ഇത് VZ, ഇത് -VZ എന്നായിരിക്കും. ഓക്കെ, സിമിലർലി ഒരു റെഫറൻസ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വോൾട്ടേജ് റെഫറൻസ്, നമ്മൾ കമ്പാരേറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ നമ്മൾ കൺട്രോൾഡ് ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടണൽ ഡയോഡാണ്. അപ്പോൾ ടണൽ ഡയോഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടണൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി 2 ടെർമിനൽ PN ജംഗ്ഷനാണ്. ഇറ്റ് ഈസ് ഡോപ്ഡ് ഹെവിലി എത്ര 1000 ടൈംസ് ദാറ്റ് എ കൺവെൻഷണൽ PN ജംഗ്ഷൻ ആണ്. അത് കാട്ടിയും 1000 ടൈംസ് ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡോപ്ഡ് ഹെവിലി എന്നുള്ള പോയിന്റ് ഓർക്കുക. ബിക്കോസ് ഓഫ് എ ഹെവി ഡോപ്പിംഗ് ഡിപ്ലീഷൻ ലെയർ എന്ത് സംഭവിക്കും? ഹെവി ഡോപ്പിംഗ് ആണെങ്കിൽ വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും അല്ലേ. കാരണം നിങ്ങളുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കേസിൽ വിഡ്ത്ത് ഓഫ് യുവർ ജംഗ്ഷൻ ബാരിയർ വേരീസ് ഇൻവേഴ്സ്ലി as square root of impurity concentration. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഓഫ് ഹെവി ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ആൻ എക്സ്ട്രീംലി സ്മോൾ വാല്യൂലേക്ക് റെഡ്യൂസ് ചെയ്യും ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁵ 10⁻⁵ mmലേക്ക് എന്ത് ചെയ്ത് കുറയും. ഓക്കെ, the reverse breakdown voltage is also reduced. Reverse voltage breakdown voltage is also reduced to a very small value. It will be almost approach to 0. Okay, 0 like approach ചെയ്യും, resulting in the appearance of the diode to be broken for any reverse voltage and a negative resistor section. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വളരെ കുറയും എന്ന് പറഞ്ഞു appearanceൽ for any reverse voltage and a negative resistance section is produced in the volt ampere characteristics. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ടണൽ ഡയോഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ റെഡ്യൂസ്ഡ് ഡിപ്ലീഷൻ ലെയർ ക്യാൻ റിസൾട്ട് ഇൻ കാരിയേഴ്സ്. ഈ കാരിയേഴ്സ് എന്ത് വെച്ചാൽ ഇറ്റ് വിൽ പഞ്ച് ത്രൂ എന്നാണ് പറയുക. ഓക്കെ, പഞ്ചിങ് ത്രൂ ദ ജംഗ്ഷൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈവൻ when they do not possess enough energy to overcome the potential barrier ഓവർകം ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിലും റെഡ്യൂസ് ഡിപ്ലീഷൻ ആണ് എന്തിന് റിസൾട്ട് ചെയ്യുന്നത്? ഇരിക്കാൻ പഞ്ച് ത്രൂ. പഞ്ച് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കടന്ന് ചെല്ലുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഞ്ച് ചെയ്ത് പോവുക എന്ന് നമുക്കൊന്ന് പറയാം. അപ്പോൾ പഞ്ചിങ് ത്രൂ ഹാപ്പൻ ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ദ റിസൾട്ട് ഈസ് ദാറ്റ് ലാർജ് ഫോർവേഡ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് റിലേറ്റീവ്ലി ലോ ഫോർവേഡ് വോൾട്ടേജ്. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ ലെസ് ദാൻ ഒരു 100 mV, അത്രയും കുറവ് വോൾട്ടേജിലും എന്ന് വെച്ചാൽ ലാർജ് ഫോർവേഡ് കറണ്ട് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട്. സച്ച് എ മെക്കാനിസം ഓഫ് കണ്ടക്ഷൻ ഇൻ വിച്ച് ദ ചാർജ് കാരിയേഴ്സ് പഞ്ച് ത്രൂ എ ബാരിയർ. ഒരു ബാരിയർ വെച്ച് കഴിഞ്ഞാൽ അതിൽ പഞ്ച് ത്രൂ ചെയ്ത് പോകുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ക്ലൈംബ് ചെയ്യാതെ പഞ്ച് ചെയ്ത് പോകുന്നതിന് ഈ ഫിനോമിന തന്നെയാണ് എന്ത് പറയുന്നത്? ടണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഡയോഡ്സ് ആണ് എന്ത് ഡയോഡ്സ്? ടണൽ ഡയോഡ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഹെവി ഡോപ്പിംഗ് കാരണം, ബിക്കോസ് ഓഫ് ദിസ് ഹെവി ഡോപ്പിംഗ്, ഇതിൻ്റെ അടിസ്ഥാന കാരണം ഹെവി ഡോപ്പിംഗ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് ഹെവി ഡോപ്പിംഗ് ദ ടണൽ ഡയോഡ് ക്യാൻ കണ്ടക്ട് ഇൻ റിവേഴ്സ് ആസ് വെൽ ആസ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. റിവേഴ്സിലും ഫോർവേഡ് ഡയറക്ഷനിലും കാണും. ബട്ട് ഇറ്റ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദ ഫോർവേഡ് ബയാസ്ഡ് മോഡ്. സാധാരണ ഇതിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്, ഫോർവേഡ് ബയാസ്ഡ് മോഡിലാണ് യൂസ് ചെയ്യാറ്. ഓക്കെ. പിന്നെ അത് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ടണൽ ഡയോഡ് ഇസ് എ ലോ പവർ ഡിവൈസ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡാമേജ്ഡ് ബൈ ഹീറ്റ് ആൻഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഹീറ്റും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഈസിലി ഡാമേജ് ആവാനുള്ള കാരണമുണ്ട്. കാരണം ഇതൊരു ലോ പവർ ഡിവൈസ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു ടണൽ ഡയോഡ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇത് നിങ്ങളുടെ ഒരു എന്നും ഇത് നിങ്ങളുടെ പി യു ആണെങ്കിൽ ഇത് പ്ലസ് ഇത് മൈനസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇത് പ്ലസ് ഇത് മൈനസ്. സിമിലർലി ഇങ്ങനെയും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ സപ്പോസ് കറക്റ്റ് വരക്കുവാണെങ്കിൽ CC റെപ്രസെൻ്റ്. ഇപ്പോൾ 2 റെപ്രസെൻറ്റേഷനാണ് ഉള്ളത്. നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഈ ഒരു റൗണ്ടഡ് സാധനമാണ് കൂടുതലായിട്ട് കണ്ടുവരാറ്. ഓക്കെ. ഈ ഒരു റെപ്രസെൻറ്റേഷൻ ക്ലിയർ. ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 2 പോർഷൻ, അതായത് ഇത് ഈ പോർഷനും ദിസ് ആക്സ് യുവർ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സിമിലർലി ഇത് അതുപോലെ തന്നെ ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഇറ്റ് ആക്സ് യുവർ ആനോഡ്. ഓക്കെ. അത് ആനോഡും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ 2 സാധനം എന്തായിരിക്കും, കാഥോഡായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സ് തീർത്ത് വയ്ക്കുക. ഫോർവേഡ് ബയസ്ഡ് മോഡിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഹെവിലി ഡോപ്പിംഗ് ആണ്, ലോ പവർ ഡിവൈസ് ആണ്. ടണൽസ് പതുക്കെ ക്ലൈംബ് ഓവർ ചെയ്യുന്നതിന് പഞ്ച് ത്രൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്. ഏതാണ് ഫോർവേഡ് കറണ്ട് മില്ലി ആംപിയർ, റിവേഴ്സ് ബയസ്. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ഒരു ഫിഗർ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഈ ഫിഗറിലുള്ള കുറച്ച് ടേംസാണ് നമ്മൾ പഠിക്കാനുള്ളത് അൾട്ടിമേറ്റ്ലി. ഓക്കെ. അപ്പോൾ ആ ടേംസ് നമുക്ക് ഓരോന്ന് നോക്കാം. Their forward bias produces immediate conduction. Forward bias immediate conduction produce ചെയ്യും as soon as your forward bias is applied. Forward bias apply ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് ബയാസ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ദ കറണ്ട് അറ്റൈൻസ് ക്വിക്ക്ലി ഇറ്റ്സ് പീക്ക് വാല്യൂ. ഈ പീക്ക് വാല്യൂ ഉടനടി പെട്ടെന്ന് അപ്ലൈ ചെയ്യും. കാരണം നമ്മളൊരു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇത് ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പീക്ക് കറണ്ട് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ അപ്പോൾ ഈ ഫിഗർ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. ആസ് സൂൺ ആസ് ദ ഫോർവേഡ് ബയസ് ഈസ് അപ്ലൈഡ് സിഗ്നിഫിക്കൻറ്റ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്. കറണ്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ദ കറണ്ട് അറ്റൈൻസ് എ ക്വിക്ക് വാല്യൂ അല്ലെ ക്വിക്ക് അറ്റൈൻസ് ക്വിക്ക്ലി ഇറ്റ്സ് പീക്ക് വാല്യൂ. അതായത് IP എന്ന് പറഞ്ഞ സാധനം അല്ലേ, നമ്മളിവിടെ കണ്ടു IP. ഇതാണ് IP. When the forward applied voltage attains a voltage of VP volt കൊടുക്കുമ്പോൾ IP കിട്ടും. The current variation in the vicinity of the origin is due to the quantum mechanical tunneling of electrons through your space charge region of the junction. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. current variation is due to the quantum mechanical tunneling of electrons. ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് കാരണമാണ് ആ കറണ്ട് വേരിയേഷൻ സംഭവിക്കുന്നത്. അതായത് പെട്ടെന്ന് പീക്കിലേക്ക് പോകാനുള്ള കാരണമാണ് പറയുന്നത്. ഓക്കെ. വിത്ത് ദ ഫർദർ ഇൻക്രീസ് ഇൻ യുവർ ഫോർവേഡ് വോൾട്ടേജ്, പിന്നെയും നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് കൂട്ടുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ ഡയോഡ് കറണ്ട് സ്റ്റാർട്ട്സ് ഡിക്രീസിങ് ടിൽ ഇറ്റ്സ് മിനിമം വാല്യൂ. പിന്നെ എന്ത് ചെയ്യും, അത് മിനിമം വാല്യൂയിലേക്ക് വരും. മിനിമം വാല്യൂ കോൾഡ് ദ വാലി കറണ്ട് കറസ്പോണ്ടിങ് ടു യുവർ വാലി വോൾട്ടേജ്. പിന്നെ കുറഞ്ഞ് ഈ പോയിന്റിലേക്ക് എത്തും. ഈ പോയിന്റിന് മിനിമം പോയിന്റിന് പേരാണ് വാലി കറണ്ട് അല്ലെങ്കിൽ വാലി വോൾട്ടേജ്. ഇത് വാലി വോൾട്ടേജ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം വാലി കറണ്ട്. ഓക്കെ. ഇത് പീക്ക് പോയിന്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് VP, അതുപോലെ തന്നെ എന്താണ് ഇവിടെ IP. ഓക്കെ. പിന്നെ ദസ് ഫ്രം ദ പീക്ക് പോയിന്റ് A ടു വാലി പോയിന്റ് B ദ ഡയോഡ് കറണ്ട് ഫോൾസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഈ പീക്ക് പോയിന്റ് എന്ന് ഈ നമ്മുടെ നെക്സ്റ്റ് പീക്ക് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പീക്ക് പോയിന്റ് A എന്ന് വാലി പോയിന്റ് Bയിലേക്ക് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് കൂട്ടുമ്പോൾ നിങ്ങളുടെ കറണ്ട് എന്ത് ചെയ്യുവാണ്,
കറണ്ട് എന്ത് ചെയ്യണം, ഫോൾസ് ആണ്. കറണ്ട് കുറയുവാണ്. വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടുമ്പോൾ ഇവിടെ കൂട്ടുന്നു, പക്ഷേ കറണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ഈ റീജിയനാണ് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ ഈ റീജിയനിലാണ് നെഗറ്റീവ് റെസിസ്റ്റൻസിൽ വരുന്നത്. സാധാരണ കൂടുകയല്ല ചെയ്യേണ്ടത്, പക്ഷേ അതിന് വേറെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ നമുക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനാണ് കിട്ടുന്നത്. ദിസ് പോർഷൻ AB of the characteristics is the most useful property of the diode. ഇതാണ് മോസ്റ്റ് യൂസ്ഫുൾ പ്രോപ്പർട്ടി. കാരണം ഇൻ ദിസ് റീജിയൻ the diode instead of absorbing പവറിന് പകരം ഇറ്റ് പ്രൊഡ്യൂസസ് പവർ പ്രൊഡ്യൂസ് ചെയ്യാണ്, അബ്സോർബ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, അതുപോലെ ഒരു പ്രത്യേകതയാണ് സോ യുവർ ടണൽ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. അങ്ങനെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമ്മൾ ടണൽ ഡയോഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. സിമിലർലി ഫോർ വോൾട്ടേജസ് ഹയർ ദാൻ യുവർ വാലി വോൾട്ടേജ്. ഇപ്പോൾ വാലി വോൾട്ടേജ് ആണ് ഇത് അല്ലേ. അപ്പോൾ ഈ വാല്യൂ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യുവർ കറണ്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് ആസ് ഇൻ എനി നോർമൽ ഡയോഡ്. ഏതെങ്കിലും ഒരു നോർമൽ ഡയോഡ് പോലെ നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോർഷനിൽ ഇറ്റ് ലുക്ക് ലൈക്സ് യുവർ കൺവെൻഷണൽ ഡയോഡ് കറണ്ട്. ഇത് ടണലിങ് കറണ്ടാണ്, കാരണം പെട്ടെന്നാണ് പീക്കിലേക്ക് പോകുന്നത്. ഇത് കൺവെൻഷണൽ കറണ്ടാണ്. ഇതാണ് നിങ്ങളുടെ പറഞ്ഞ നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ കാരണക്കാരനാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം. ഏത്? ഇറ്റ് ഈസ് ദ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അല്ലെങ്കിൽ പഞ്ചിങ് ത്രൂ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ലോ കോസ്റ്റ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ലോ പവർ ഡിവൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലോ കോസ്റ്റ്, ലോ നോയ്സ്, ദെൻ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, പെട്ടെന്നെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ലോ പവർ, എൻവയോൺമെൻറ്റൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് ആണ്. കനോട്ട് പ്രൊവൈഡ് ആൻ ഐസൊലേഷൻ ബിറ്റ്വീൻ യുവർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് സർക്യൂട്ട്സിനിടയിൽ ഒരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് ദിയർ ഫാസ്റ്റ് റെസ്പോൺസ് ടു ഇൻപുട്സ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് ചോദിക്കാറുണ്ട് സാധാരണ. ഹൈ ഫ്രീക്വൻസി ഡയോഡ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഒരു എക്യുപ്മെൻറ്റ് ചോദിച്ചതിന്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി നമ്മളുടെ ഡയോഡ് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ടണലിംഗ് ഡയോഡ്. ഓക്കെ, നോട്ട് വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോ കറണ്ട് ഡിവൈസ്. ലോ കറണ്ട് ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റീൻ്റെ എഫക്റ്റ് കാരണം ചിലപ്പോൾ ഡാമേജ്ഡ് ആവും. അതുകൊണ്ട് തന്നെ എന്തിൽ യൂസ് ചെയ്യാറില്ല, നമ്മൾ വളരെ വൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇതിനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിന് പറയാൻ ടണൽ ഡയോഡിൻ്റെ കേസിൽ. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഇതിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് കാര്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റെക്ടിഫയേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെക്ടിഫയർ. ഇപ്പോൾ റെക്ടിഫയർ നമുക്ക് ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ എല്ലാ പ്രിൻസിപ്പിൾസും പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ കുറച്ച് ഡെറിവേഷനും അതുപോലെ തന്നെ അതിൻ്റെ വേവ് ഫോം, ജസ്റ്റ് ചെറിയ വേവ് ഫോംസ് നോക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ വാല്യൂസും പഠിച്ച് പോവാം. കാരണം എങ്ങനെയാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്, ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസ് ആകുമ്പോൾ കണ്ടക്ട് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേവ് ഫോമിലേക്ക് പോവാം. സിമിലർലി നമ്മളുടെ ഇക്വേഷൻസിലേക്കും പോവാം. ഓക്കെ, എല്ലാം ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ റെക്ടിഫയർ ഇസ് ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് AC DC മാറ്റും. കണ്ടക്ഷൻ ടേക്സ് പ്ലേസ് ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ അല്ലേ. സോ ഒരു PN ജംഗ്ഷൻ ഡയോഡ് വിച്ച് കണ്ടക്ട്സ് വെൻ ഫോർവേഡ് ബയസ് നമ്മൾ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസ് എന്നിട്ട് കണ്ടക്ട് ചെയ്യില്ല. റെക്ടിഫിക്കേഷൻ യൂസ് ചെയ്യാം. രണ്ട് ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും അതുപോലെ എന്താണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷനും അല്ലേ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. ഇത് കൺവേർട്സ് യുവർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻ ടു യൂണിഡയറക്ഷണൽ പൾസേറ്റിംഗ് വോൾട്ടേജ് യൂസിങ് 1/2 സൈക്കിൾസ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഒരു ഹാഫ് സൈക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേത് എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പറയുന്നത്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററി ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാറ്ററി ചാർജിങ് പോലത്തെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് നമ്മളൊരു വേവ് ഫോം വരക്കുവാണെങ്കിൽ ഇതാണ് നമ്മളുടെ സൈൻ വേവ് അല്ലേ. സൈൻ വേവ് ഇങ്ങനെ ഉണ്ടാവും, രണ്ടെണ്ണം വരക്കാം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം വരച്ചു. ഇത് 0, ഇത് പൈ, ഇതെന്താണ് 2π, ഇത് 3π, ഇതെന്താണ് 4π. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ എന്ത് VS. ഓക്കെ, ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് VS മാക്സ്, ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് എന്ത് -VS മാക്സ്. ഓക്കെ,
ഇതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്, അതാണ് നമ്മുടെ ഒമേഗ ടി. ശരിയല്ല? അപ്പോൾ ഇതാണ് നമ്മുടെ ഒമേഗ ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സർക്യൂട്ട് ഞാൻ വരക്കാം. ഇതാണ് നിങ്ങളൊരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഓക്കെ, ഇതെങ്ങനെ വരയ്ക്കും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയോഡിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ക്ലോസ് ഒരു ലോഡ് റെസിസ്റ്റർ RL. ഓക്കെ, അപ്പോൾ ഈ ഡയോഡിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മളെ സപ്ലൈ വോൾട്ടേജ് VS എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതാണ് സപ്ലൈ വോൾട്ടേജ് VS. ഇതാണ് നിങ്ങളുടെ ഡയോഡ് D. ഇതിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇതാണ് I അല്ലേ? ഇതിൻ്റെ അക്രോസ് ഉള്ളതാണ് നമ്മുടെ VL. ഇതിൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്ററാണ് RL. ഓക്കെ, അപ്പോൾ ഇതിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് പ്ലസ്, ഇത് മൈനസ്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ, മറ്റേതെന്താണ്? സപ്രസ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ I അല്ലെങ്കിൽ VL ആയാലും I ആയാലും എല്ലാം ഇങ്ങനെ തന്നെയാണ് വരിക. Iയും V റെപ്രസെൻറ്റേഷൻ ചെയ്താൽ ഇത് തന്നെയാണ് വരിക. അപ്പോൾ എങ്ങനെ വരിക? ഒരു ഹാഫിലുണ്ടാവും, മറ്റേ ഹാഫിൽ ഇല്ല. അപ്പോൾ 0 to π വരെ ഇതിൻ്റെ ഉണ്ടാവും. അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും, ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് 2π, ഇത് 3π, ഇതെങ്ങനെ പോയി? ഇവിടെ 4π. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? VL മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ പറയും Imax എന്ന് പറയും, Vmax എന്ന് പറയും, Vmax അല്ലെങ്കിൽ Imax. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ടി ആണ്. ഇതാണ് നിങ്ങളുടെ റെക്ടിഫൈഡ്, ദിസ് ഈസ് യുവർ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ യുവർ കറണ്ട്. ഓക്കെ, ഇത്ര മതിയാവും. നമുക്ക് എല്ലാ പ്രിൻസിപ്പിളൊക്കെ അറിയാവുന്നതാണ്, എങ്ങനെയാണ് ഫോർവേഡ് വേസ്റ്റ് ആവുന്നത്. നമ്മൾ ആ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. അപ്പോൾ പിന്നെ റെക്ടിഫിക്കേഷൻ വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഇതിൽ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ അത് ഡിറൈവ് ചെയ്ത് തരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്താണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് റിവേഴ്സ് ബയസ്ഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഫറൻസുകളെ പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇൻഫറൻസ് പീക്ക് കറണ്ടാണ്. ഇപ്പോൾ പീക്ക് കറണ്ട് എന്ന് വെച്ചാൽ മാക്സിമം കറണ്ട് അല്ല. മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് VS മാക്സ് ഡിവൈഡഡ് ബൈ യുവർ RF പ്ലസ് RL. ക്ലിയർ? ദ നെക്സ്റ്റ് നിങ്ങളുടെ ആവറേജ് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ DC ഔട്ട്പുട്ട് കറണ്ട്, ആവറേജ് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ DC ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ അതെങ്ങനെ വരും എന്ന് പറഞ്ഞാൽ IDC ഈക്വൽ ടു വാട്ട് ഹാപ്പൻസ് ഈസ് 1/2π ഇൻ്റഗ്രൽ 0 to 2π I of d omega t, that is equal to VS maximum divided by pi into RL പ്ലസ് RF. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇപ്പോൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VDC എന്ന് പറഞ്ഞാൽ എന്താണ്? IDC ഇൻറ്റു RL ആണ്. IDC എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇത് ഓർത്താൽ മതിയാവും. RF ഡിവൈഡഡ് ബൈ RL. നെക്സ്റ്റ് RMS വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? IRMS ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ 0 to 2π I സ്ക്വയർ d of omega dt അല്ലേ? d of omega t whole raised to 1/2. You will get IRMS as I maximum by 2. ഇതൊക്കെ നമ്മൾ ഫോർമുല ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഡെറിവേഷൻ ഒന്ന് എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, VS max divided by 2 into RL plus RF. ക്ലിയർ? നെക്സ്റ്റ് ഇനി RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. യുവർ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VLRMS ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ IRMS ഇൻറ്റു RL. അപ്പോൾ IRMS നമുക്കിവിടെ കിട്ടി. എന്താണ്? VS max ഡിവൈഡഡ് ബൈ
2 ഇൻറ്റു ആർ എഫ് ഈ ആർ എല്ലും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ പറയാം. ഇറ്റ് ഈസ് 1 പ്ലസ് ആർ എഫ് ബൈ ആർ എൽ. ഓക്കെ, ആണ് വി എൽ ആർ എം എസ്. ദെൻ സിമിലർലി ഫോം ഫാക്ടർ എന്താണ്? ഇതൊക്കെയാണ് ചോദിക്കുക കേട്ടോ. ഫോം ഫാക്ടർ കെ എഫ്. ഫോം ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് ഐ ആർ എം എസ് divided by IDC, that is equal to VS max divided by 2 into RF plus RL divided by VS max divided by pi into RF plus RL, that is equal to pi by 2. ഇതാണ് കിട്ടുന്നത് 1.57. സിമിലർലി പീക്ക് ഫാക്ടർ എന്താണ്? പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ KP ആണ്. That is I maximum divided by IRMS, that will be VS max divided by RF plus RL divided by VS max divided by 2 into RF plus RL, that is equal to 2 അല്ലേ? നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്താണ്? ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി ഒക്കെ ഒന്ന് തന്നെയാണ്. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി പവർ ബൈ എ സി പവർ. ഡി സി പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഐ സ്ക്വയർ ഡി സി ആർ എൽ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ ആർ എം എസ് ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ കിട്ടും ഐ സ്ക്വയർ മാക്സ് ആർ എൽ ബൈ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ മാക്സ് ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ ബൈ 4, that is equal to 0.406 divided by 1 plus RF by RL. This is your rectification efficiency. Okay, ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് റിപ്പിൾ ഫാക്ടർ. ഓക്കെ, എന്താണ് റിപ്പിൾ ഫാക്ടർ? ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഐ എ സി ഡിവൈഡഡ് ബൈ ഐ ഡി സി, കറണ്ട് ഇൻ എ സി ഡിവൈഡഡ് ബൈ ഡി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഡി സി ഡിവൈഡഡ് ബൈ IDC, that is equal to root of IRMS divided by IDC the whole square minus 1. Clear? That is equal to ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതാണ് നമ്മുടെ ഫോം ഫാക്ടർ. അപ്പോൾ KF സ്ക്വയർ മൈനസ് 1 നമുക്ക് ഓൾറെഡി അറിയാം. KF എത്രയാണ്? 1.57 സ്ക്വയർ മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.57 സ്ക്വയർ മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.11. ദിസ് ഈസ് യുവർ റിപ്പിൾ ഫാക്ടർ. Then similarly, what is transformer utilization factor? Okay, transformer utilization factor എന്താന്ന് നോക്കാം. TUF. TUF എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to PDC divided by PAC rated എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞാൽ it is equal to IDC square into RL divided by VS RMS into IRMS, that is equal to 2 root 2 I max into RL divided by pi square I max into RL plus RF, that will be equal to 0.286 divided by 1 plus RF by RL, that is approximately equal to 0.286. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും ഇതും നമുക്ക് നേരത്തെ വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.4606 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റെഗുലേറ്റർ സർക്യൂട്ട് പഠിച്ച പോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ വി എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് IDC ഇൻറ്റു RF. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കാരണം ഇതൊക്കെ നമ്മൾ സമ്മപ്പ് ചെയ്യും എന്തായാലും. അപ്പോൾ സമ്മപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂസും കാര്യങ്ങളും മാത്രമേ പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സമ്മപ്പ് ചെയ്യുമ്പോൾ നമ്മളത് നോക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിനി പഠിക്കാൻ പോകുന്ന ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമ്മളിതെല്ലാം കൂടി സമ്മപ്പ് ചെയ്ത് നമ്മളൊരു ടേബിൾ പോലെ ആക്കും. പിന്നെ ആ ടേബിൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ടേബിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ വന്ന പ്രൂഫാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ മാത്രം അറിയുക.
നമ്മൾ ലാസ്റ്റ് ഫൈനലി ആ പ്രൂഫ് അല്ലെങ്കിൽ നമ്മൾ ടേബിൾ എഴുതും. ആ ടേബിൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ടേബിളിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ വേ റെക്ടിഫയർ എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.